പലപ്പോഴും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുകയും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളടക്കം ഇന്ത്യക്കാർക്ക് പങ്കുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, കാനഡയാണ്. ആ രാജ്യത്തെ ആ പ്രതിസന്ധിയിലേക്ക് ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണക്കാർ തന്നെയാണ് ആ പാർട്ടിയെ ഭരിക്കുന്നത്. അതായത് ജസ്റ്റിൻ ട്രൂഡോയെ ഭരണത്തിലേറ്റിയതിന് പിന്തുണ നൽകിയിരിക്കുന്ന ഖാലിസ്ഥാൻ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഖാലിസ്ഥാൻ പിന്തുണയുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പലപ്പോഴും നിജാറിന്റെ വധമടക്കം ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ, ഇന്ത്യയിൽ നിന്നുള്ള റോ അടക്കമുള്ളവർ ഇതിന്റെ പിന്നിലുണ്ടെന്ന് കാനഡയ്ക്ക് പറയേണ്ടി വന്നു. ഏതായാലും അവരെ പിന്തുണച്ചിരുന്ന പാർട്ടി ഇപ്പോൾ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇതാണ്: പ്രതിപക്ഷ കൺസർവേറ്റീവിലെ നേരിടുന്നതിൽ ട്രൂഡോ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പടിയിറങ്ങുന്നത്. അടുത്ത വർഷമാണ് കാനഡയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് മുൻപ് നടക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം നിലവിൽ ഈ പാർട്ടി പിന്തുണ പിൻവലിച്ചതോടുകൂടി തന്നെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് ബില്ലുകളോ ബഡ്ജറ്റുകളോ പാസ്സാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ സഹായം തേടേണ്ടി വരും. അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഈ ഖാലിസ്ഥാൻ അനുകൂല പാർട്ടിയുടെ പിന്തുണ വാങ്ങി ഇന്ത്യക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ ഒടുവിൽ ആ പാർട്ടി, അവരെ പിന്തുണച്ച ഖാലിസ്ഥാൻ പാർട്ടി തന്നെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.